أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയക്ക് അതിൻ്റേതായ പ്രയോജനങ്ങളുണ്ട്, അത് ഉപയോഗിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ അതേസമയം വേദനാജനകമായ ചില കാര്യങ്ങളും അതിലൂടെ നടക്കുന്നുണ്ട്. ഇത് മുതലെടുത്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിൻ്റെ എതിരാളികൾ ഇന്ന് അങ്ങേയറ്റം നീചമായ കാര്യങ്ങളിൽ ജമാഅത്തിനെതിരിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ കള്ളങ്ങളും മ്ലേച്ഛമായ വാക്കുകളും പറയുന്നു. അത് കേൾക്കുമ്പോൾ ഒരു അഹമ്മദിയുടെ ഹൃദയം മുറിവേൽക്കുന്നു. ഇതിനോടുള്ള പ്രതികരണമായി ചില അഹമ്മദികളും തെറ്റായ രീതിയിൽ മറുപടി നൽകാറുണ്ട്. അവരുടെ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിൽ പോലും ചിലപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന വാക്കുകൾ അവരിൽ നിന്നും പുറത്തു വരുന്നു. ഇത് നമ്മുടെ രീതിയല്ല. ഒരു അഹമ്മദി ഇതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. മോശം ഭാഷ ഉപയോഗിക്കുകയോ അറിയാതെയാണെങ്കിലും ആരുടെയെങ്കിലും അന്തസ്സിന് ഹാനി വരുത്തുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ജോലിയല്ല. ഇത് മുതലെടുത്ത് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ സഹാബാക്കളെയോ നഊദുബില്ല അപമാനിക്കുന്നവരാണെന്ന് എതിരാളികൾക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ ഹൃദയങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കുമുള്ള സ്ഥാനത്തിൻ്റെ കോടിയിലൊരംശം പോലും മനസ്സിലാക്കാനുള്ള കഴിവും ഗ്രാഹ്യവും ഈ ആളുകൾക്കില്ല. നമ്മുടെ സർവസ്വവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ആ മഹാത്മാവ് തന്നെയാണ് അല്ലാഹു തആലയുടെ പ്രിയപ്പെട്ടവനും ഖാത്തമുൽ അംബിയാവും അവസാന പ്രവാചകനും. അവിടുത്തെ സഹചാരികളായ സഹാബികളെക്കുറിച്ച് വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എണ്ണമറ്റ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉത്തമ വാക്കുകൾ നമ്മുടെ എതിരാളികളുടെ ചിന്തകൾക്കും അതീതമാണ്. തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അതുല്യമാണ്. അതിനപ്പുറം മറ്റൊന്നിനും എത്താൻ കഴിയില്ല. അവിടുത്തെ സഹാബാക്കൾക്കും നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ സ്ഥാനമുണ്ട്. ഈ കാര്യം എല്ലാ അഹമ്മദികളും ഓർത്തിരിക്കേണ്ടതാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതോ ആയ സംസാരങ്ങളിൽ നിന്നും എല്ലാ അഹമ്മദികളും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ചില അഹമ്മദികൾ വിചാരിക്കുന്നത് ഇത്തരം മറുപടികൾ നൽകുന്നതിലൂടെ ഞങ്ങൾ വലിയ അഭിമാനം പ്രകടിപ്പിച്ചു എന്നാണ്. അവരോട് ചോദിക്കുമ്പോൾ ഇതാണ് അവരുടെ മറുപടി. എന്നാൽ ഈ പൊള്ളയായ അഭിമാന പ്രകടനം വെറും അജ്ഞതയാണ്. ഒരു അഹമ്മദിയായിട്ട് പോലും തെറ്റായ അർത്ഥം ധ്വനിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും സംസാരിച്ചാൽ അത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ജമാഅത്തിനെയും അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്.
ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയാണ് വേണ്ടത്, എപ്പോഴും ക്ഷമ കാണിക്കുക. ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, ഇവർ എന്നെ ശകാരിക്കുന്നു, ചീത്ത പറയുന്നു, എന്നാൽ ഞാൻ അവരുടെ ശകാരങ്ങളെ കാര്യമാക്കുന്നില്ല, അതിൽ ദുഃഖിക്കുന്നുമില്ല. കാരണം അവരുടെ ഈ അവസ്ഥ ബലഹീനതയാണ് പ്രകടിപ്പിക്കുന്നത്. അവരുടെ ബലഹീനതയും ദയനീയതയും ശകാരങ്ങളിലൂടെയല്ലാതെ അവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഇവർ നീചമായതും തരം താണതുമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, വാക്കുകൾ ഉപയോഗിക്കുന്നു. കാരണം അവരുടെ പക്കൽ യാതൊരു തെളിവുമില്ല, യാതൊരു മറുപടിയുമില്ല. അതുകൊണ്ട് ഈ ആളുകൾ ശകാരിക്കാൻ, ചീത്ത പറയാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പറയുന്നു, കുഫ്രിൻ്റെ ഫത്വകൾ പുറപ്പെടുവിക്കട്ടെ, കള്ള കേസുകൾ ഉണ്ടാക്കട്ടെ, പലതരം അപവാദങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കട്ടെ. അവരവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് എന്നെ നേരിടട്ടെ. അന്തിമ വിധി ആർക്ക് അനുകൂലമായിരിക്കുമെന്ന് അവർക്ക് കാണാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും ചെയ്യുക, എന്നാൽ അള്ളാഹു എന്നോടൊപ്പമുണ്ട്. അന്തിമ വിധി ആരുടെ പക്ഷത്താണെന്ന് അപ്പോൾ കാണാം. അവിടുന്ന് പറഞ്ഞു, ഞാൻ അവരുടെ ശകാരങ്ങളെ കാര്യമാക്കുകയാണെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച യഥാർത്ഥ ജോലി മുടങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ ശകാരങ്ങളെ കാര്യമാക്കാത്തതുപോലെ എൻ്റെ ജമാഅത്തിനെ ഞാൻ ഉപദേശിക്കുകയാണ്. അവരുടെ ശകാരങ്ങൾ കേട്ട് സഹിക്കുക. ഒരു കാരണവശാലും ശകാരം കൊണ്ട് മറുപടി നൽകരുത്. കാരണം അങ്ങനെ ചെയ്താൽ ബർക്കത്ത്, അനുഗ്രഹം ഇല്ലാതാകും. അവർ ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാതൃക കാണിക്കട്ടെ, അവരുടെ സ്വഭാവങ്ങൾ പ്രകടമാക്കട്ടെ. തീർച്ചയായും ഓർക്കുക, ബുദ്ധിയും വികാരവും തമ്മിൽ അപകടകരമായ ശത്രുതയുണ്ട്. വികാരങ്ങളും ദേഷ്യവും വരുമ്പോൾ ബുദ്ധിക്ക് നിലനിൽക്കാൻ കഴിയില്ല. എന്നാൽ ക്ഷമിക്കുന്നവനും സഹനത്തിൻ്റെ മാതൃക കാണിക്കുന്നവനും ഒരു പ്രകാശം നൽകപ്പെടുന്നു. അതുവഴി അവൻ്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും ശക്തിയിൽ ഒരു പുതിയ പ്രകാശം ഉദയം കൊള്ളുന്നു. ആ പ്രകാശത്തിൽ നിന്നും വീണ്ടും പ്രകാശം ഉണ്ടാകുന്നു. ദേഷ്യത്തിൻ്റെയും വികാരങ്ങളുടെയും അവസ്ഥ ഹൃദയവും തലച്ചോറും ഇരുണ്ടുപോകുന്നത് കൊണ്ട് ഇരുട്ടിൽ നിന്നും ഇരുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പാഠം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാരായി സാമൂഹിക മാധ്യമങ്ങളിൽ മറുപടി നൽകുന്ന ചില ആളുകൾ അഹമ്മദികളായ മുല്ലാവർഗത്തിൻ്റെ ആരോപണങ്ങൾക്ക് ഇവർ മറുപടി നൽകാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. യഥാർത്ഥ മറുപടികൾ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ജമാഅത്തിൻ്റെ സാഹിത്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുള്ള ജമാഅത്തിലെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുക, അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അത്തരം മറുപടികൾ ശക്തവും അവരുടെ വാദങ്ങളെയും ആരോപണങ്ങളെയും ഖണ്ഡിക്കുന്നതും ആയിരിക്കണം. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ജമാഅത്തിൽ ആയിരുന്നിട്ടും ജമാഅത്തിനെ അപകീർത്തിപ്പെടുത്തുന്നവരായി മാറുന്നതാണ്. ദുഷ്ടന്മാരുടെ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. തെറ്റായ അഭിമാനം കാണിക്കുന്നവർക്കും ചിലപ്പോൾ അനാവശ്യമായി ചില വാക്കുകൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്കും അള്ളാഹു വിവേകം നൽകട്ടെ. സാമൂഹിക മാധ്യമങ്ങളിൽ മറുപടികൾ നൽകുന്നതിന് പകരം അള്ളാഹുവിന് മുമ്പിൽ തലകുനിക്കുകയാണെങ്കിൽ, നമ്മുടെ നമസ്കാരങ്ങൾ ഭംഗിയാക്കി നിർവഹിക്കുകയാണെങ്കിൽ, നമ്മുടെ സുജൂദുകളിൽ അള്ളാഹുവിൻ്റെ രോഷം പെട്ടെന്ന് ജ്വലിക്കുന്ന ആ വേദന ഉൾക്കൊള്ളുകയാണെങ്കിൽ, ഈ ആളുകൾ മറുപടികൾ നൽകി നേടാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച ഫലങ്ങൾ വളരെ വേഗം നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് അനാവശ്യമായി ശത്രുക്കൾക്ക് അഹമ്മദി ഇത് പറഞ്ഞു അത് പറഞ്ഞു എന്ന് പറയാൻ അവസരം നൽകാതിരിക്കാൻ ഓരോ അഹമ്മദിയും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സ്വഭാവം വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായിരിക്കേണ്ടതാണ്. ആരുടെ സ്വഭാവം ഉന്നതമല്ലയോ അവർ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്തിൻ്റെ കടമ നിറവേറ്റാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ സ്വയം വിലയിരുത്തലുകൾ നടത്തേണ്ടതാണ്. ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് ചിന്തിക്കുക.
തെറ്റായ മറുപടിക്ക് പകരം പ്രാർത്ഥനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എതിരാളികളുടെ തിന്മകൾ അവർക്ക് നേരെ തിരിക്കട്ടെ. അതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.